Coming to the second subheading in the teacher's role, which is procedure for a minor misconduct. സോ ഒരു കുട്ടി ഒരു മൈനർ ആയിട്ടുള്ള മിസ്കണ്ടക്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ടീച്ചർ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മിസ്കണ്ടക്റ്റിനെ തിരുത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സോ വിൽ സീ ഹൗ ദിസ് പ്രൊസീജിയർ ഹാപ്പൻസ്. The first is verbal warning. So committing a minor misconduct will lead to an interview with the student, and at this interview the student will have the opportunity to offer an explanation. If it is decided that an offense has occurred, a verbal warning will be given. It will be recorded and placed in the student's file. സോ ആദ്യമായിട്ട് ഒരു കുട്ടി ഒരു മൈനർ മിസ്കണ്ടക്ട് നടത്തുമ്പോൾ നമ്മൾ ടീച്ചർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഷീ ഹാവ് ടു ഗീവ് എ വെർബൽ വാർണിംഗ്. സോ വെർബൽ വാർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വി ഹാവ് ടു കോൾ ദ സ്റ്റുഡൻറ്റ് പ്രൈവറ്റ്ലി ഇൻ ഓർഡർ ടു ഡിസ്കസ് ദിസ് പർട്ടിക്കുലർ മിസ്കണ്ടക്ട്. കുട്ടീനെ വിളിച്ച ശേഷം കുട്ടിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ദെൻ വിൽ ഡിസൈഡ് ഇത് തെറ്റായിരുന്നോ അതോ കുട്ടി ചെയ്തത് ശരിയാണോ എന്ന് ടീച്ചർ ഡിസൈഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഇസ് ഡിസൈഡഡ് ദാറ്റ് ഇറ്റ് ഇസ് എ മിസ്കണ്ടക്ട്, നമ്മളൊരു വെർബൽ ആയിട്ടുള്ള വാർണിംഗ് കൊടുക്കും. ഇനി ഇത് ചെയ്യാൻ പാടില്ല, ഇനി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇന്ന കോൺസിക്വൻസസ് വരും എന്ന് പറഞ്ഞിട്ട് ഒരു വെർബൽ വാർണിംഗ് കൊടുക്കും. ഈ വെർബൽ വാർണിംഗ് ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ സ്റ്റുഡൻസ് ഫയൽ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പോണ്ടിങ് ടു എ മൈനർ മിസ്കണ്ടക്ട്, വിച്ച് ഇസ് വെർബൽ വാർണിംഗ്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ഫസ്റ്റ് റിട്ടൺ വാർണിംഗ്. സോ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കുട്ടി വീണ്ടും കമ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റ് റിട്ടൺ വാർണിംഗ്. സോ കമ്മിറ്റിംഗ് എ മൈനർ മിസ്കണ്ടക്ട് വിൽ ലീഡ് ടു ആൻ ഇൻ്റർവ്യൂ വിത്ത് ദ HOD. At this interview, the student will have the opportunity to offer an explanation. If it is decided that an offense has occurred, first written warning will be given to the student and to the parent if necessary. It will be recorded in the student's file. So കുട്ടി വീണ്ടും ഇങ്ങനെ ഒരു തെറ്റ് വെർബൽ വാർണിംഗിന് ശേഷവും ചെയ്യുകയാണെങ്കിൽ ടീച്ചർ ചെയ്യേണ്ട കാര്യം ഷീ ഹാവ് ടു റെഫർ ദ സ്റ്റുഡൻറ്റ് ടു ദ HOD. HOD ഈ കുട്ടീനെ വിളിക്കും, പ്രൈവറ്റ്ലി ആണ് വിളിക്കുക ടീച്ചറുടെ ക്യാബിനിലേക്ക്. എന്നിട്ട് ഷീ വിൽ ഓൾസോ ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. എന്താണ് സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവാനായിട്ട് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എന്നിട്ട് HOD തീരുമാനിക്കും തെറ്റായിരുന്നോ അത് സ്റ്റുഡൻറ്റ് ബിഹേവ് ചെയ്തത് ശരിയായിരുന്നോ എന്ന് ഡിസൈഡ് ചെയ്യും. തെറ്റാണ് എന്ന് HODക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷീ വിൽ ഗിവ് എ റിട്ടൺ വാർണിംഗ്. ഇങ്ങനെ ഒരു മിസ്കണ്ടക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന ആക്ഷൻസ് നിനക്കെതിരെ എടുക്കും എന്ന് റിട്ടൺ ആയിട്ട് ഒരു നോട്ടീസ് HOD കൊടുക്കും. ഈ നോട്ടീസിൻ്റെ ഒരു കോപ്പി പേരൻസിനും കൂടെ അയച്ചു കൊടുക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ബി റെക്കോർഡഡ് ഇൻ ദ സ്റ്റുഡൻസ് ഫയൽ. സോ നോട്ടീസ് ഒരെണ്ണം സ്റ്റുഡൻറ്റിന് കൊടുക്കും, ഒരു കോപ്പി പാരൻറ്റിനും, ആൻഡ് വൺ വിൽ ബി പ്ലേസ്ഡ് ഇൻ ദ സ്റ്റുഡൻസ് ഫയൽ. So this is the second step of responding to a minor misconduct. ആദ്യമേ വെർബൽ വാർണിംഗ് കൊടുക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോൾ ആ മൊമെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ടീച്ചറാണ്. പിന്നെയും അത് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ആക്ഷനാണ് ഫസ്റ്റ് റിട്ടൺ വാർണിംഗ്, വിച്ച് ഇസ് ഗിവൻ ബൈ ദ HOD ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. The next is final written warning. സോ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കുട്ടി വീണ്ടും കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഫൈനൽ റിട്ടൺ വാർണിംഗ്. കമ്മിറ്റിംഗ് എ സിമിലർ മിസ്കണ്ടക്ട് വിൽ ലീഡ് ടു ആൻ ഇൻ്റർവ്യൂ വിത്ത് ദ പ്രിൻസിപ്പൽ. അറ്റ് ദിസ് ഇൻ്റർവ്യൂ ദ സ്റ്റുഡൻറ്റ് വിൽ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഓഫർ ആൻ എക്സ്പ്ലനേഷൻ. If it is decided that an offense has occurred, final written warning which will be recorded and issued to the student as a clear notice
that a repeat of misconduct will lead to further disciplinary action. സോ ഫൈനൽ റിട്ടേൺ വാർണിംഗിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെയാണ്. കുട്ടി വീണ്ടും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് HODയുടെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള വാർണിംഗ് കിട്ടിയതിന് ശേഷവും ചെയ്യുകയാണെങ്കിൽ HOD ഈ കുട്ടീനെ പ്രിൻസിപ്പലിലേക്ക് റെഫർ ചെയ്യും. പ്രിൻസിപ്പൽ അഗെയിൻ വിൽ ഗീവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ സ്റ്റുഡൻറ്റ് ടു എക്സ്പ്ലെയിൻ ദ മിസ്കണ്ടക്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രിൻസിപ്പലും കൊടുക്കും. എന്നിട്ട് പ്രിൻസിപ്പൽ ഡിസൈഡ് ചെയ്യും ഈ കുട്ടി ചെയ്തത് ശരിയാണോ തെറ്റാണോ. തെറ്റാണ് എന്ന് പ്രിൻസിപ്പലിന് തോന്നുകയാണെങ്കിൽ ഹിൽ ഗീവ് ദ ഫൈനൽ റിട്ടേൺ വാർണിംഗ്. ഈ ഫൈനൽ റിട്ടേൺ വാർണിംഗിൽ ഇങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക, ഇനി ഒരു തവണ കൂടി ഇനി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നീ ഈ കോളേജിൽ നിന്നും ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ സസ്പെൻഡഡ് അല്ലെങ്കിൽ ഇന്ന ആക്ഷൻ ആയിരിക്കും നിനക്കെതിരെ എടുക്കുക. ഈ ഫൈനൽ റിട്ടേൺ വാർണിംഗ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കും, സ്റ്റുഡൻറ്റിന് ഇഷ്യൂ ചെയ്യും, അതുപോലെ തന്നെ പേരൻസിനും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിൽ കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലിയർ നോട്ടീസ് ദാറ്റ് സേസ് ദാറ്റ് ഇഫ് ദ സ്റ്റുഡൻറ്റ് റിപ്പീറ്റ്സ് എ മിസ്കണ്ടക്ട് ഇറ്റ് വിൽ ലീഡ് ടു ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ. സോ പ്രൊസീജിയർ ഫോർ മൈനർ മിസ്കണ്ടക്റ്റിലെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു വെർബൽ വാർണിംഗ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ ടീച്ചർ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് റിട്ടേൺ വാർണിംഗ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ HOD. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈനൽ റിട്ടേൺ വാർണിംഗ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ പ്രിൻസിപ്പൽ. The next is further disciplinary action. So പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് ഫൈനൽ റിട്ടേൺ വാർണിംഗ് കിട്ടിയതിന് ശേഷവും ഈ കുട്ടി ഭയങ്കര റിബലായിട്ട് ആ സെയിം മിസ്കണ്ടക്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മിസ്കണ്ടക്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്കെതിരെ എടുക്കുന്ന ആക്ഷനാണ് ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ. In the event that the student fails to respond to a final written warning, the student will be subjected to further disciplinary action which is either suspension or dismissal. So final ആയിട്ട് ഈ കുട്ടി ഒരു രക്ഷയില്ല, ടീച്ചറും നോക്കി HOD നോക്കി പ്രിൻസിപ്പളും നോക്കി, എന്നിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടിക്കെതിരെ എടുക്കുന്ന ആക്ഷനാണ് ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ. സോ ഇങ്ങനത്തെ ഫർദർ ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ, ഇതാണ് പതിവ്. So this is how we respond to a minor misconduct. നമുക്ക് ഒന്നുകൂടെ കാണാം. The first thing was verbal written warning which is given by the teacher. She'll give an opportunity to explain. Then she'll decide whether it is wrong or right. If it is a wrong, it will be recorded and a written warning is given. Verbal warning is given to the student. It will be placed in the student's file. രണ്ടാമത്തേതാണ് ഫസ്റ്റ് റിട്ടൺ വാർണിംഗ്. ഈവൻ ആഫ്റ്റർ ദ വെർബൽ വാർണിംഗ് ഇഫ് ദ സ്റ്റുഡൻറ്റ് റിപ്പീറ്റ്സ്, ദ ടീച്ചർ വിൽ റെഫർ ദ സ്റ്റുഡൻറ്റ് ടു ദ HOD. The HOD will also give an opportunity for the student to explain what happened. If it is decided that it is a misconduct, the HOD will give the first written warning to the student as well as a copy to the parent and a copy in the student's file. The next is final written warning. In final written warning, if the student commits the mistake again, the HOD will refer the student to the principal. The principal will call the student for an interview where he'll give an opportunity for the student to explain what happened. If it is decided that it is a misconduct, the principal will give the final written warning which is recorded as a notice issued to the student which will clearly state what disciplinary action will be taken against the student if a similar misconduct is committed again. And the last step is further disciplinary action. So even after the final written warning, if the student commits the mistake again, he will be subjected to further disciplinary action which is either a suspension or a dismissal.